രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് ആശുപത്രി കാണുകയേ വേണ്ട. എല്ലാ വ്യക്തികളുടെയും ശരീരം വീക്കാവുന്ന ഒരു മാസമാണ് ഈ മിഥുനം കർക്കിടക മാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് പണ്ടുള്ള ആൾക്കാർ, പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചിലകൾ ചേർത്ത് നമുക്ക് ഇടിച്ചിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കി തരും. അതല്ലെന്നുണ്ടെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ള ആൾക്കാർക്ക് സമയവും ഇല്ല. അത് കിട്ടാൻ, അതായത് പച്ചിലകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടാവാം. നമുക്ക് സിറ്റി ഏരിയയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇത് പച്ചിലകൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ മലതാങ്ങി എന്ന് പറയുന്ന ഒരു ചെടി. എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നടുവേദന ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ മലതാങ്ങി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ കാണിക്കുന്ന ഇലകളിലെല്ലാം തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണ്. ശരീരത്തിലെ വേദനകളും, അതായത് നടുവേദന ഒരുപാട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ ഈ പച്ചില കൂട്ടുന്ന കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ആരോഗ്യം അവർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുക്കുറ്റി, ഈ മുക്കുറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാൻ സാധിക്കും. പിന്നെ ഇത് കാരയില, ഇതും നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നതിനും, അതുപോലെ പൂവരസിന്റെ ഇലയുണ്ട്. ഇതാണ് പൂവരസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അത് വരാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ് ഈ പൂവരസ്. ചെറുപൂളയുണ്ട്, പിന്നെ മുയൽ ചെവിയനുണ്ട്, ആനച്ചുവടിയുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള പച്ചിലകളാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ ഞവര എന്ന് പറയുന്നത് ഇതൊരു അരിയാണ്. ഈ ഞവര അരിയിലാണ് നമ്മൾ ഔഷധ ഗുണങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു അരിയാണ് ഞവര അരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പൊടിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ പൊടി തന്നെ നമുക്ക് അതിനെ കുറുക്കുകളാക്കി കഴിക്കാം, പലഹാരങ്ങളാക്കി കഴിക്കാം. പിന്നെ പാലിൽ വേണമെങ്കിൽ കലക്കിയിട്ട് നമുക്ക് ഡെയിലി നമുക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് ആശുപത്രി കാണുകയേ വേണ്ട. കാരണം അത്രത്തോളം പ്രയോജനകരമായിട്ടുള്ളതും ഗുണപ്രദമായിട്ടുള്ള ഓരോരോ ഇലകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഡെയിലി ഈ 2 മാസക്കാലം കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗം തന്നെ നമ്മളെ ബാധിക്കില്ല. ആരോഗ്യത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഇരിക്കുകയും ചെയ്യാം. ആരോഗ്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലർ പറയും അയ്യോ വണ്ണമാണെന്ന്. ഒരിക്കലും അല്ല, വണ്ണമല്ല, നമ്മുടെ രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. അപ്പോൾ ഒരു രോഗവും തന്നെ നമ്മളെ ബാധിക്കുകയില്ല. നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയും ചെയ്യാം. ഇത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിച്ച് കഴിഞ്ഞു, അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ വറുക്കാനായിട്ട് ഇട്ടേക്കുന്നു. ഇനി 1 മണിക്കൂറൂടെ കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ അത് പാകമായ രീതിയിൽ വരും. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പച്ചില കൂട്ടെന്ന് പറയുന്നത്. ഈ ഒരു ബോട്ടിലായിരുന്നു നമ്മൾ 250 ഗ്രാമിൻ്റെ ബോട്ടിലായിട്ടാണ് നമ്മൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വിവിധ പച്ചിലകൾ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ വരുന്ന ഈ മാസങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് മിഥുനം കർക്കിടക മാസങ്ങളിൽ നമുക്ക് ഓരോ വീട്ടിലും ഓരോന്നെങ്കിലും വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നടുവേദനയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അതിന് നല്ലൊരു ആശ്വാസം കിട്ടുകയും നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിനും ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ പച്ചിലക്കൂട്ട്. അതിനോടൊപ്പം നമ്മൾ ആടലോടകത്തിലൊരു കൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ചിറ്റ് ആടലോടകവും ചുക്ക്, കുരുമുളക്, തിപ്പലി ഇതെല്ലാം കൂടി ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ചിറ്റ് ആടലോടകത്തിൻ്റെ ഒരു കൂട്ടുമുണ്ട്. എത്ര കഠിനമായിട്ടുള്ള ചുമയും കഫക്കെട്ടും ഇത് മാറുന്നതിനും ഏറ്റവും നല്ലതാണ്. അത് കൊച്ചു കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്കൊന്നും കഴിക്കാം. കാരണം ഇതിൽ 1% പോലും നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം പ്രകൃതി നമുക്ക് തരുന്ന അതേ ലെവലിൽ തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ആക്കി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതും.